സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. നമസ്കാരം. ഇന്ന് നവരാത്രിയുടെ 6ാമത്തെ രാത്രിയാണ്. ഇന്ന് നമ്മളെല്ലാവരും ഭജിക്കുന്നത് ദേവി കാർത്യായനിയാണ്. കാർത്യായന മഹർഷിയുടെ പുത്രിയായി ജനിച്ചതിനെ കൊണ്ടാണ് കാർത്യായനി എന്ന പേര് വന്നത് എന്നും പറയുന്നുണ്ട്. കാർത്യായനി ദേവിക്ക് 4 കൈകളാണുള്ളത്. പക്ഷെ ചില രേഖപ്പെടുത്തലുകളിൽ 10ഓ 18ഓ ആയി കാണാം. കാർത്യായനി ദേവിയുടെ വലതു ഭാഗത്തുള്ള 2 കൈകളിൽ അഭയമുദ്രയും വരദമുദ്രയും, ഇടതു ഭാഗത്തുള്ള 2 കൈകളിൽ ഒന്നിൽ ഖഡ്ഗം, അതായത് നീണ്ട വാളും, മറ്റൊന്നിൽ പത്മം, താമരയുമാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുക. കാർത്യായനി ദേവിയും തൃക്കണ്ണോട് കൂടിയ ദേവിയാണ്. നെറ്റിയിൽ ചന്ദ്രക്കലയുണ്ട്. പിന്നെ കാർത്യായനി ദേവിയുടെ വാഹനം എന്ന് പറയുന്നത് സിംഹമാണ്. മഹിഷാസുരനെ വധിച്ച ദേവീഭാവമാണ് കാർത്യായനി. അതുകൊണ്ട് തന്നെ കാർത്യായനി ദേവിയെ മഹിഷാസുരമർദിനി എന്നും വിളിക്കുന്നു. ലോകത്ത്, ഭൂമിയിൽ മഹിഷാസുരൻ എന്ന അസുരൻ്റെ അക്രമം സഹിക്കാൻ വയ്യാതെ ദേവലോകത്തിലെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടുകൊണ്ട് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ശക്തിയിൽ നിന്നും ഉത്ഭവിച്ചതാണ് കാർത്യായനി ദേവി എന്നും പറയുന്നുണ്ട്. ദുർഗാദേവിയുടെ ഒരു വാരിയർ ഫോമാണ് കാർത്യായനി ദേവി. യുദ്ധത്തിന് തയ്യാറായ ഒരു നല്ല പവറോടുകൂടി ശക്തിയുള്ള മൂർത്തിഭാവമാണ് കാർത്യായനി ദേവി. അതുപോലെ തന്നെ നവരാത്രിയുടെ 6ാമത്തെ ദിവസമായ ഇന്ന് ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ നിറം ചുവപ്പാണ് എന്ന് പറഞ്ഞിരുന്നു. ചുവപ്പ് ശക്തിയെയും അതുപോലെ തന്നെ പാഷനെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നവരാത്രിയുടെ 7ാമത്തെ ദിവസമായ നാളെ നമ്മളെല്ലാവരും ഭജിക്കുന്നത് കാലരാത്രി എന്ന് പറയുന്ന ദേവിയാണ്. കാൽരാത്രി ദേവി. മാത്രമല്ല, നാളെ ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ നിറം നീലയാണ്. കടും നീല. കടും നീല എന്ന് പറഞ്ഞാൽ റോയൽ ബ്ലൂ ആണ്, ഇന്ദ്രനീലത്തിൻ്റെ കളറ്. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയുമായി നാളെ വൈകിട്ട് കാണാം. നമസ്കാരം.